നമ്മൾ ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊഞ്ച് ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ കുഞ്ഞു കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം കൈമാ റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് സോക്ക് ആവുന്ന ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാവേ. ആദ്യം നമ്മൾ സവാളയാണ് ഇട്ടത്. സവാള വരണ്ടി വരുന്ന സമയത്ത് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് മിൽക്ക് ഉണ്ടാക്കി എടുക്കാവേ. ഒരു ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. വെള്ളം ഒന്ന് കുറുകി വരുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. അതൊന്ന് കുറച്ചു നേരം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടി മസാലയും കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് ആ കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാമേ. എന്നിട്ടൊരു നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി കുറച്ചു നേരം അടച്ചു വെക്കണം കേട്ടോ. വിസിലൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ 5 മിനിറ്റ്. ഇത് തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. നമ്മുടെ പാൽ കൊഞ്ച് ചോറ് ഇവിടെ റെഡി ആയിട്ടോ. ചൂടോടെ കഴിക്കരുത് കേട്ടോ. അടച്ചു വെച്ചിരുന്നിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ ഒക്കെ അതിൽ പിടിച്ച് അടിപൊളിയായിട്ട് വരാം കേട്ടോ. ഒരു കിട്ടിലായിട്ടാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ.